നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. മൗലിന്യോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും മനോഹരമായ ഒരു വാൻഗോഗ് ചിത്രം പോലെയുള്ള ഒരു ഗ്രാമം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല ജൈവ വൈവിധ്യത്തിന്റെയും ഹരിത ഭംഗികളുടെയും നിലവറയാണ്. മേഘാലയയുടെ അതിർത്തി ഗ്രാമങ്ങൾ വൃത്തിയുടെയും പരിശുദ്ധിയുടെയും മികവുറ്റ മാതൃകയാകും. ഏഷ്യയിലെ ഏറ്റവും മികച്ച പാരിസ്ഥിതി സൗഹൃദ ഗ്രാമം മേഘാലയയിലുള്ള മൗലിന്യോങ് എന്ന കൊച്ചു പ്രദേശമാണ്. ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലാണ് ഈ മനോഹാരിത. ഒരു വാൻഗോഗ് ചിത്രം പോലെ സുന്ദരം. ആകപ്പാടെ 100-ൽ താഴെ വീടുകൾ, മരക്കുടിലുകൾ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. തൂണുകളിൽ കെട്ടിയുയർത്തി പണിത കുടിലുകൾ, മേൽക്കൂരയിലെ പുകയോടുകൾ, വളപ്പിലെ നാനാജാതി ഫലവൃക്ഷങ്ങൾ, പൂന്തോപ്പുകൾ, ഉയരങ്ങളിൽ നിന്ന് മുളംകുഴലിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധജലം, സദാ ഉത്സാഹഭരിതരായ ഗ്രാമീണർ. ആകപ്പാടെ ഒരു ഉൾനാടൻ കേരളീയ ഗ്രാമത്തിന്റെ പ്രതീതി. പക്ഷേ പ്രതീതി മാത്രമേ ഉള്ളൂ. കാരണം വൃത്തിയുടെയും വെടുപ്പിന്റെയും കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് മൗലിന്യോങ്. മാലിന്യമുക്തമായ പ്രകൃതിയുടെ അനുഭവമാണ് മൗലിന്യോങ് നൽകുന്നത്. തെളിവെള്ളമൊഴുകുന്ന ധാരാളം അരുവികളും ജലസമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന മരങ്ങളും കടും നിറങ്ങളിലുള്ള പൂക്കളും എങ്ങും കാണാം. പഴയകാല ഇംഗ്ലീഷ് കോട്ടേജുകളുടെ മാതൃകയിൽ ഏറെയും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊച്ചു കൊച്ചു വീടുകൾ. മിക്ക വീട്ടുമുറ്റങ്ങളിലും ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളുണ്ട്. അതിരുകളെല്ലാം തിരിക്കുന്നത് മുളവേലികളാണ്. വളർത്തുകോഴികളുടെ വലിയ സംഘങ്ങളെ എവിടെയും കാണാം. വലിയൊരു മരത്തിന് മുകളിലേക്ക് മുളകൾ കൊണ്ട് കെട്ടി പൊക്കിയുണ്ടാക്കിയ കോണിയാണ് സന്ദർശകരെ ബംഗ്ലാദേശ് അതിർത്തി കാട്ടാൻ ആ ഗ്രാമത്തിലുള്ള സംവിധാനം. പുഴയോരം പറ്റി വളർന്ന മറ്റൊരു വൻമരത്തിന്റെ വേര് മറുകരയോളം പടർത്തി അതൊരു നടപ്പാലമാക്കി ഉപയോഗിക്കുന്ന കൗതുക കാഴ്ചയും അവിടെയുണ്ട്. കരിയിലകൾ പോലും കാണാനില്ലാത്ത വിധം വഴികൾ സദാ വെടിപ്പാക്കി സൂക്ഷിക്കാനും ചപ്പുചവറുകൾ വഴിയരികുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വള്ളിക്കുട്ടകളിൽ സംഭരിച്ച് സംസ്കരിച്ച് വളമാക്കി മാറ്റാനുമൊക്കെയുള്ള സംവിധാനങ്ങളും മൗലിന്യോങ്ങിന് സ്വന്തമായുണ്ട്. എല്ലാറ്റിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് തദ്ദേശീയർ തന്നെ. വീടുകൾ തമ്മിൽ അതിരുകളൊന്നുമില്ല. വീടും പരിസരവും എല്ലായ്പ്പോഴും കമനീയമായിരിക്കും. ഒരു ഇല വീണാൽ ഉടനെ പെറുക്കി മാറ്റുന്ന കുട്ടികൾ, ഇടവഴികളും നാട്ടുപാതകൾ പോലും എപ്പോഴും തൂത്തുവാരുന്ന സ്ത്രീകൾ. പ്ലാസ്റ്റിക് എന്നൊരു വസ്തു മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചൂരൽ കൊട്ടകൾ സന്ദർശകർക്ക് അവരുടെ പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാനുള്ളതാണ്. ചുറുചുറുക്കോടെ പണിയെടുക്കുന്ന പുരുഷന്മാരും എളിമയോടെ പെരുമാറുന്ന കുട്ടികളും ആദ്യം മുതൽ തന്നെ നമ്മുടെ മനം കവരും. പള്ളിക്കൂടങ്ങൾ, കുട്ടികളുടെ കളിചിരി ശബ്ദങ്ങൾ, അധ്യാപകരുടെ വിനീതമായ പെരുമാറ്റം എല്ലാം നമ്മെ ആകർഷിക്കും. പപ്പായ, മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, മറ്റു സമൃദ്ധമായ ഫലവർഗ്ഗങ്ങൾ, തികച്ചും ലളിതമായ ജീവിതം. ആർഭാടങ്ങളില്ല. പുകവലി, മദ്യപാനം എല്ലാം വർജ്യം. ആഴ്ചച്ചന്തകൾ ഒഴികെ മറ്റു കച്ചവട കേന്ദ്രങ്ങളും ഇല്ലെന്നു തന്നെ പറയാം. ചൂരലും മുളയും പുകയിലയും പച്ചക്കറി പഴവർഗ്ഗങ്ങളും പ്രധാന വരുമാന മാർഗങ്ങൾ. അവരുടെ ലളിത ജീവിതം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആർഭാടം നിറഞ്ഞ വ്യവഹാരങ്ങളെ ഓർത്ത് അല്പം കുറ്റബോധം തോന്നാതിരിക്കില്ല. ഗ്രാമീണർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. മേഘാലയയുടെ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷ് ഉൾനാടൻ ഗ്രാമാന്തരങ്ങളിലും പ്രയോഗത്തിലുള്ളത് സന്ദർശകരെ ആകർഷിക്കും. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അവിശ്രമമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ സദ്ഫലങ്ങളിൽ ഒന്ന്. 2019 കണക്കനുസരിച്ച് ഇവിടെ 900 പൗരന്മാരാണ് ഉണ്ടായിരുന്നത്. പരമ്പരാഗതമായി കമുക് ആണ് മുഖ്യ കൃഷി. ഇവരുടെ മുഖ്യ ഉപജീവന മാർഗവും ഇതുതന്നെയാണ്. 100-150 കൊല്ലം മുൻപുണ്ടായ ഒരു കോളറ ബാധയിൽ അവർക്കിടയിൽ ഒട്ടേറെ പേർ മരണമടഞ്ഞിരുന്നു. അതേ തുടർന്ന് അവിടെ എത്തിയ ബ്രിട്ടീഷ് മിഷണറി സംഘം പരിഷ്കൃതിയിൽ നിന്ന് അത്ര അകലെ മാറി വൈദ്യചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ പ്രയാസമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആ ജനതയെ പരിസര ശുചിത്വത്തിന്, രോഗപ്രതിരോധത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ചു. ജനസംഖ്യ കൂടുതലും ക്രിസ്ത്യാനികളാണ്. ഗ്രാമത്തിൽ 3 പള്ളികളുമുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഗ്രാമം. കേരളത്തിൽ എവിടെ നോക്കിയാലും കാണില്ല ഇത്രയും മനോഹരമായ തെരുവുകളും ചുറ്റുപാടുകളും. അത്രയും മനോഹരം. ഒരു കീറക്കടലാസോ ഒരു ചില്ലി ഇലകളോ ഒന്നും തന്നെ എവിടെയും വീണ് കിടക്കില്ല. അത്രയും വൃത്തിയുള്ള, അത്രയും മനോഹരിതയാർന്ന ഒരു ഗ്രാമം, അതും നമ്മുടെ ഇന്ത്യയിൽ തന്നെ.